എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 28 കന്നിമാസം 12-ാം തീയതി ഞായറാഴ്ച. നാളത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം, ഷഷ്ടി തിഥി. തൃക്കേട്ട നക്ഷത്രക്കാരുടെ നാളത്തെ ദിവസത്തെ ശുഭ അശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവെ നാളത്തെ ദിവസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൂടി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. മടി, ആലസ്യത, ശാരീരിക ക്ഷീണം ഇവ നാളത്തെ ദിവസം ഫലമായിട്ട് പറയാവുന്നതാണ്. ത്വക്കിന്മേലുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ ക്ലേശഭാവിതം വർദ്ധിക്കുന്നതിന് നാളത്തെ ദിവസം ഇട നൽകിയേക്കാം. പൊതുവെ ജോലിഭാരങ്ങൾ കാരണം മനസ്സിന് ഭയങ്കര ക്ലേശം കൂടി നിൽക്കുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും നാളെ. ഗൃഹസ്ഥാനത്ത് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശേഷമായിട്ട് സഹോദരി സ്ഥാനത്ത് നിൽക്കുന്നവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നാളത്തെ ദിവസം ഒരു പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും തിരിച്ചുള്ള അംഗീകാരം കിട്ടാതെ വരുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾക്കും നാളത്തെ ദിവസം തൃക്കേട്ടക്കാർക്ക് ഇട നൽകിയേക്കാം. തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. അഷ്ടമഭാവത്ത് നിൽക്കുന്ന വ്യാഴം, 5-ാം ഭാവത്ത് ശനി. ശനിയുടെ കണ്ടകശനി മാറ്റം ഗുണഫലത്തെ നൽകുമെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം പലവിധത്തിലുള്ള മാനസിക ക്ലേശങ്ങൾക്കും അപവാദങ്ങൾക്കുമൊക്കെ നാളത്തെ ദിവസം ഇട നൽകിയേക്കാം. ദൂരദേശ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കളവ്, ചതി, വഞ്ചന എന്നിവ നാളത്തെ ദിവസം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോടും കളവ് പറയാതിരിക്കാനും നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം ചെയ്യുന്ന കളവുകളും സംസാരം കൊണ്ടുവരുന്ന ക്ലേശങ്ങളുമൊക്കെ പിന്നീട് നമ്മുടെ ജീവിതത്തിന് പ്രശ്നങ്ങളായിട്ട് തീരാവുന്ന ഒരു ദിവസമായേക്കാം നാളെ. ആയതിനാൽ തന്നെ നാളത്തെ ദിവസം പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതും നാളത്തെ ദിവസത്തെ ദോഷങ്ങൾ മാറാനായിട്ട് ഉപകരിക്കുന്നതാണ്. പൊതുവെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ധനത്തിൻ്റെ പേരിൽ കള്ളപ്പേരുകൾ കേൾക്കുന്നതിനുമൊക്കെയുള്ള ഒരു ദിവസമായിരിക്കും നാളെ. ആയതിനാൽ തന്നെ വളരെ ഗൗരവമായിട്ട് ധനപരമായ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക. ആഡംബരത്തിന് വേണ്ടി അധികം ധനം ചിലവാക്കാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കാര്യമായ ദോഷങ്ങളൊന്നും അവർക്കിപ്പോൾ ദിവസം പറയാനില്ല. തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ തൊഴിൽ സ്ഥാനത്ത് ജോലിഭാരം വർദ്ധിച്ചു നിൽക്കുന്നത് പലവിധ മാനസിക പ്രശ്നങ്ങൾക്ക് ഇട നൽകിയേക്കാം. എന്നാലും മനോബലത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചുകൊള്ളുക. ആത്മീയ നിയന്ത്രണം പാലിക്കുന്നതും തൊഴിൽ സ്ഥാനത്തെ ക്ലേശങ്ങൾ മാറാനായിട്ട് ഉപകരിക്കുന്നതാണ്. വിവാഹാദി ദാമ്പത്തിക ജീവിതത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ജീവിത പങ്കാളിയോടൊട്ട് സമയം ചെലവഴിക്കുന്നതിനും ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനുമൊക്കെ നാളത്തെ ദിവസം ഇട നൽകിയേക്കാം. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ നാളത്തെ ദിവസം ഇട നൽകിയേക്കാവുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ പ്രധാനമായിട്ടും ത്വക്ക് സംബന്ധമായി വരുന്ന അസുഖങ്ങളെ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കുക. ത്വക്ക് സംബന്ധമായ അസുഖങ്ങളും വായു നിമിത്തം വരുന്നതായ ക്ലേശങ്ങളും നാളത്തെ ദിവസം പ്രശ്നമായിട്ട് വന്നേക്കാം. നാളത്തെ ദിവസത്തെ ദോഷശാന്തിക്കും നാളത്തെ ദിവസത്തെ ഗുണഫലത്തിനും മാനസികമായ ക്ലേശങ്ങളൊക്കെ നീങ്ങി മനസന്തോഷത്തിനുമൊക്കെ വേണ്ടിയിട്ട് നാളത്തെ രാവിലെ തന്നെ ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനമായും നാളത്തെ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നവഗ്രഹ സ്ഥാനത്ത് ആദിത്യ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും നാളത്തെ ദിവസത്തെ ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തിന് ഇട നൽകുന്നതാണ്. നാളെ നവരാത്രി ദിനം 7-ാമത്തെ ദിവസമാണ്. നാളെ നമ്മൾ ദേവിയെ മഹാകാളരാത്രിയായിട്ടാണ് സങ്കല്പിക്കുകയും പൂജിക്കുകയും ചെയ്യാറ്. കാളരാത്രി ദേവിയുടെ അതിഭയാനകരമായിരിക്കുന്ന ഒരു രൂപമാണ്. 4 കൈകളും രാത്രി നിറത്തോടുകൂടിയ വർണ്ണവും അതികറുത്ത നിറമാണ് നാളത്തെ ദേവിക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അഴിച്ചിട്ട മുടിയും വൈരൂപ്യവും പേടി തോന്നുന്നതുമായ മുഖവും കഴുതയാണ് വാഹനമായിട്ട് ദേവിക്ക് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കൾക്ക് ഭയം ജനിപ്പിക്കുന്നതും ഭക്തരുടെ മനസ്സിൽ ഇല്ലെങ്കിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് അഭീഷ്ടത്തെയും എല്ലാ കാര്യത്തെയും സാധിച്ചു തരുന്ന ഒരു മാതൃ സ്വരൂപിയാണ് നാളത്തെ കാളരാത്രി ദേവി. പൊതുവെ നമ്മൾ ജാതകം നോക്കാനായിട്ട് ചെന്നാലും ഏതൊരു ജ്യോത്സ്യനടുക്കെ ചെന്നാലും ഏതൊരു നക്ഷത്ര ഫലങ്ങൾ പറയുന്ന ആരുടെയൊക്കെ ചെന്നാലും പൊതുവെ പറയാറുള്ളതാണ്, നിങ്ങൾക്ക് കണ്ടകശനിയാണ്, 7.5 ശനിയാണ്, ജന്മശനി ദോഷങ്ങളാണ്, ഇല്ലെങ്കിൽ ശനി ദശാകാലങ്ങളാണ് എന്നൊക്കെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒട്ടുമുക്കൽ ഭാഗങ്ങളും
കണ്ടകശനി, ജന്മശനി ദുരിതങ്ങൾ നിമിത്തം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഏവരും. ആ ശനിദോഷത്തെ പോലും, ആ ശനി ഭഗവാനെ പോലിൻ്റെ ദോഷത്തെ പോലും നീക്കാനായിട്ട് ശക്തിയുള്ള ദേവിയാണ് കാളരാത്രി ദേവി എന്നാണ് സങ്കല്പം. ആ ജാതകത്തിലെ എല്ലാവിധ ദോഷങ്ങൾ നൽകുന്ന ഗ്രഹമായിട്ടാണ് സാധാരണ ഇപ്പോൾ ശനി ഭഗവാനെ എല്ലാവരും കാണാറ്. ആ ശനിദേവൻ്റെ ദോഷങ്ങൾ നമ്മളിൽ ഏൽക്കാതിരിക്കുന്നതിനും ആ ശനി ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിനും ഈ ദേവിയുടെ ഒറ്റ ആരാധന മാത്രം മതിയെന്നാണ് സങ്കല്പം. ശത്രുദോഷം നിമിത്തം തൊഴിൽപരമായിട്ട് തടസ്സം നേരിടുന്നവരും, സാമ്പത്തിക പരാധീനതകൾ നേരിടുന്നവരും, ഭൂമി സംബന്ധമായ ക്ലേശങ്ങളൊക്കെ നേരിടുന്നവരും, ഭൂമി സംബന്ധമായ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നവരുമൊക്കെ നാളത്തെ ദിവസം പ്രധാനമായിട്ടും കാളരാത്രി ദേവീനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. തന്നെ പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും അഭീഷ്ടം ശീഘ്രവേഗം നിറവേറ്റുന്ന ഒരു ഭഗവതിയാണ് നാളത്തെ അവതാരമായിരിക്കുന്ന കാളരാത്രി ദേവി. വിശേഷിച്ച് ദേവിക്ക് പ്രത്യേക പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നും നമ്മുടെ നാടുകളിലെങ്ങും തന്നെ ഇല്ല. അതിനെ തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് മനസ്സിൽ ആ ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശീഘ്രവേഗം ഫലം നൽകും. എപ്രകാരമാണ് നാളത്തെ ദേവിയുടെ ആ പ്രാർത്ഥനകൾ നമ്മൾ വീട്ടിൽ വെച്ച് നടത്തേണ്ടത്, ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ ദേവിക്ക് വേണ്ടി ഒരുക്കേണ്ടത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും നാളത്തെ ദിവസം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ ദീപം തെളിക്കുക. അതും പ്രധാനമായിട്ടും സമയപ്രാധാന്യം നാളത്തെ ദിവസം പറയുന്നുണ്ട്. 6:10 ശേഷം 6:45 ദേവിയുടെ പ്രാർത്ഥന ചെയ്യാനായിട്ട് വൈകുന്നേരം ശ്രദ്ധിക്കുക. ഈ സമയം സാധിക്കാത്തവർ രാത്രി സമയം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പ്രധാനമായും ദീപം തെളിക്കുക. 2 തിരിയോ 5 തിരിയോ തെളിക്കുക. 5 തിരി തെളിക്കുന്നത് ഉത്തമം. അതിന് സാധിക്കാത്തവർ 2 തിരി തെളിക്കുക. ഒരു കിണ്ടിയിൽ ജലമെടുത്ത് വിളക്കിൻ്റെ സമീപത്തായി വയ്ക്കുക. ആ കിണ്ടിയിൽ തുളസി ഇല ഇടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ചന്ദനത്തിരി, സുഗന്ധ വസ്തുക്കൾ, ദശാംഗം പോലുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ധൂപത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ശേഷം ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക. ചുവന്ന ചെമ്പരത്തിപ്പൂ, ചുവന്ന ചെത്തിപ്പൂ എന്നിവ കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം. വീടുകളിലെ നെഗറ്റീവ് മാറുന്നതിനും ആ വീട്ടിലെ കലഹങ്ങളും വഴക്കുകളും മാറുന്നതിനും ധനപരമായിട്ടുള്ള പുരോഗതി നേടുന്നതിനും ശത്രുദോഷ ശാന്തിക്കും വേണ്ടിയിട്ട് ഏറ്റവും വിശേഷമായിരിക്കുന്ന ആ ശത്രുദോഷങ്ങളെയൊക്കെ നീക്കാനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും വിശേഷമായിരിക്കുന്ന ഒരു സുദിനമാണ് നാളെ. ആയതിനാൽ തന്നെ ഒരു തളിക ഓടിൻ്റെ ആവാം, പിച്ചളയാവാം, സ്റ്റീലാവാം. ഇതൊന്നും ഇല്ലാത്തവർ ഒരു വാഴയിലയുടെ തൂശനയില എടുത്താലും മതി. അതിലേക്ക് വെറ്റില ഭഗവതിയെ സങ്കല്പിച്ച് സമർപ്പിക്കുക. 7 അതിനു മുകളിലേക്കോ ഉള്ള വെറ്റില വാങ്ങിക്കുക. ആ വെറ്റില അതിൻ്റെ പുറത്തേക്ക് ഒരടയ്ക്ക സമർപ്പിക്കുക. അതിലേക്ക് സ്വല്പം കുരുമുളക് കൂടി സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവതിയെ പ്രാർത്ഥിച്ച് ഈ തളിക കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോ ഭൂമി സംബന്ധമായ തൊഴിൽ സ്ഥാപനത്തിലോ നിൽക്കുന്ന അഖില ശത്രുദോഷങ്ങളും നീങ്ങണമേ മഹാദേവി എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദേവിയുടെ രൂപം മനസ്സിലേക്കൊന്ന് സങ്കല്പിക്കുക. ഭയം ജനിപ്പിക്കുന്നതും വളരെ കറുത്ത വർണ്ണത്തോടു കൂടിയവളും 4 കൈകളും കഴുത്തിൽ തലയോട്ട മാല ധരിച്ചവളും കയ്യിൽ ശത്രുനിഗ്രഹത്തിനായി വാൾ ഏന്തിയവളും, ഇരുമ്പ് വാൾ ഏന്തിയവളെന്നാണ് നാളത്തെ ദേവിയെ പറഞ്ഞിരിക്കുന്നത്. കഴുതപ്പുറത്ത് കഴുത വാഹനമായിട്ട് സ്വീകരിച്ചവളുമാണ് നാളത്തെ ഭഗവതി. ആ മഹാകാരുണ്യവത്സലയായ ഭഗവതിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ദേവി നമ്മുടെ ഈ വെറ്റിലയെ സ്വീകരിക്കുന്നതായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഈ വെറ്റിലയെ സമർപ്പിക്കുക. അതിനുശേഷം ആ ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്കിൻ്റെ ചുവട്ടിൽ ഏറ്റവും കുറഞ്ഞത് 1 മിനിറ്റ് നേരമെങ്കിലും മറ്റ് ചിന്തകളൊന്നുമില്ലാതെ മനസ്സിൽ ഈ ദേവിയുടെ രൂപത്തെ കണ്ടുകൊണ്ടോ, അതല്ലെങ്കിൽ ദേവിയുടെ രൂപത്തിൽ മനസ്സിൽ കാണാൻ സാധിക്കാത്തവർ മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ തന്നെ ഭഗവതീനെ പ്രാർത്ഥിച്ചുകൊണ്ട്, മറ്റു പ്രാർത്ഥനകളൊന്നും തന്നെ നമുക്ക് അറിയില്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ട്
ഈ ഭഗവതിക്ക് വെറ്റില സമർപ്പിക്കുക. ഒരു രാത്രി ആ വെറ്റില അവിടെ തന്നെ ഇരിക്കുക. അതല്ലെങ്കിൽ രാത്രി തന്നെ എടുക്കാൻ പറ്റുന്നവർ രാത്രി തന്നെ എടുത്തോളുക. കഴിയാവുന്നത് ഒരു രാത്രി ആ തലയെയും വെറ്റിലയും അവിടെ തന്നെ സമർപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഈ വെറ്റില നമ്മുടെ വീടിൻ്റെ 8 ദിക്കുകളിലേക്കും കുഴിച്ചിടുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. 8 ദിക്കിലും സ്ഥാപിക്കാനായിട്ട് സ്ഥല സൗകര്യം ഇല്ലാത്തവരോ ഇൻ്റർലോക്കുകളൊക്കെ ചെയ്തിട്ട് അതിനെ സ്ഥാപിക്കാൻ സാധിക്കാത്തവരൊന്നും അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഈ വെറ്റിലയും അടയ്ക്കയും കൂടി വീടിൻ്റെ നേരെ മുൻഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തുളസിത്തറ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലേക്കോ, അതില്ലാത്തവർ വീടിൻ്റെ ഏതെങ്കിലും ഒരു വശങ്ങളിലേക്കോ ഈ വെറ്റിലയെ നിക്ഷേപിക്കുക. ആ ഭഗവതിയുടെ പ്രസാദം നമ്മുടെ വീട്ടിലുണ്ടാകുന്നതായിട്ട് മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് ചെയ്താൽ ആ വീട്ടിൽ നിൽക്കുന്ന നെഗറ്റീവുകൾ മാറുന്നതിനും അധികമായിരിക്കുന്ന ധനച്ചെലവ് മാറുന്നതിനും മാനസികമായ ബലം ലഭിക്കുന്നതിനും എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസം വരുന്നതിനും ഇങ്ങനെയുള്ള പ്രാർത്ഥന, നാളത്തെ ദിവസത്തെ പ്രാർത്ഥന ഏറ്റവും ഉപകരിക്കുന്നതാണ്. ആയതിനാൽ എത്ര തിരക്കുകളായാലും അത് മാറ്റിവെച്ചുകൊണ്ട് നാളത്തെ ദിവസം ആ മഹാമായയെ മനസ്സിലെല്ലാവരും പ്രാർത്ഥിക്കുക. ഗൃഹത്തിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല, ഈ വൈകുന്നേരം ഈ സമയത്തൊക്കെ ക്ഷേത്ര ദർശനത്തിന് പോകേണ്ടവർ ഒരിക്കലും ക്ഷേത്ര ദർശനം മുടക്കണമെന്നില്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞു വന്നതിന് ശേഷമോ അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ദേവിക്ക് താമ്പൂലം വെറ്റില സമർപ്പിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനത്തിന് പോകാൻ സാധിക്കുമെന്നുള്ളവർ അങ്ങനെയും ചെയ്യുക. എന്തായാലും നാളത്തെ ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു സുദിനമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതായും നമ്മുടെ പ്രവൃത്തി മേഖലയിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസപരമായി നിൽക്കുന്ന തടസ്സങ്ങളിൽ ഏറ്റിരിക്കുന്ന ദൃഷ്ടിദോഷങ്ങളും വാഗ്ദോഷങ്ങളും ഒക്കെ നീങ്ങി അവരുടെ ജീവിത വിജയത്തിനൊക്കെ നാളത്തെ ദിവസത്തെ പ്രാർത്ഥന ഏറ്റവും ഉപകരിക്കുന്നതാണ്. ആയതിനാൽ എല്ലാവരെയും നാളത്തെ ദിവസത്തെ പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരെയും അതിപരാശക്തിയായ മൂകാംബിക ദേവി രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.